എറണാകുളം കടവന്ത്ര ഫാത്തിമ ചർച്ച് റോഡിലെ ബൃന്ദാവൻ ഫുഡ് പ്രോഡക്റ്റിന്റെ അടുക്കളയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുവെന്ന സമീപവാസികളുടെ പരാതിയെ തുടർന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. പാചകം ചെയ്ത ഭക്ഷണവും കാലാവധി കഴിഞ്ഞ മാംസവും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും. നമസ്കാരം, കൊച്ചുകാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നമ്മുടെ നാട്ടിലെ പല ഹോട്ടലുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഒന്ന് ഇറങ്ങി പരിശോധിച്ചു കഴിഞ്ഞാൽ പലതും താഴ്ത്തു പൂട്ടേണ്ട അവസ്ഥയാണ്. കാരണം വേറെ ഒന്നുമല്ല, പല സ്ഥലത്തും വിളമ്പുന്നത് പഴകിയ ഭക്ഷണങ്ങൾ തന്നെയാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ പലതരം ഓഫറുകൾ കാണുന്നുണ്ട്. 100 രൂപയ്ക്ക് 2 ഷവർമ അല്ലെങ്കിൽ അത്തരത്തിൽ വേറെ ഏതെങ്കിലും ഫുഡ് പ്രോഡക്റ്റുകൾ കൊടുക്കുന്നു. എങ്ങനെ കൊടുക്കാൻ സാധിക്കും? ഇത്തരത്തിൽ ഇന്നത്തെ വിലക്കയറ്റം അനുസരിച്ച് എങ്ങനെ ഇത്തരത്തിൽ കൊടുക്കാൻ സാധിക്കുന്നു? അതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഔട്ട്ലെറ്റിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് പഴകിയ മാംസങ്ങളാണ്. എന്താ പറയാ, അഴുകിയ മാംസം അങ്ങനെയാണെങ്കിൽ പറയാം. അത്തരത്തിലുള്ള മാംസങ്ങളാണ് ഈ ഒരു സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. മാംസം മാത്രമല്ല, ബാക്കിയുള്ള ഫുഡ് പ്രോഡക്റ്റുകളൊക്കെ ദയനീയമാണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന് കോർപ്പറേഷൻ ലൈസൻസ് ഇല്ല. കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെയാണ് ഈ ഒരു സ്ഥാപനം ഇത്രയും നാൾ പ്രവർത്തിച്ച് പോന്നിട്ടുള്ളത്. എങ്ങനെ കൊച്ചി പോലുള്ള ഒരു സിറ്റിയിൽ കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെ ഈ സ്ഥാപനം ഇത്ര നാൾ പ്രവർത്തിച്ചു? അതാണ് ചോദ്യം. ഇതിൻ്റെ പിന്നിൽ അധികാരികൾ കണ്ണടച്ചത് കൊണ്ടാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിന് മുന്നേ ഈ ഒരു സ്ഥാപനത്തിന് മേൽ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, മലിനജലം കാനയിലേക്ക് ഒഴുക്കിയെന്ന പേരിൽ ഈ ഒരു സ്ഥാപനത്തിന്മേൽ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അന്നും ഈ സ്ഥാപനത്തിന് കോർപ്പറേഷൻ ലൈസൻസ് ഇല്ല. എന്നിട്ടും എങ്ങനെ ഈ ഒരു സ്ഥാപനം ഇത്രയും നാൾ പ്രവർത്തിച്ചു? അധികാരികൾ കണ്ണടച്ചത് കൊണ്ടല്ലേ ഈ ഒരു സ്ഥാപനം ഇത്രയും നാൾ അങ്ങനെ പ്രവർത്തിച്ചു പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര പേരുടെ ജീവൻ കൊണ്ടാണ് ഈ സ്ഥാപനവും കോർപ്പറേഷനും മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് പല ഹോട്ടലുകളും പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് അധികാരികളും. ഇപ്പോൾ ഇന്നൊരു ഹോട്ടല് ഇങ്ങനെ പഴകിയ ഭക്ഷണം കൊണ്ട് ഇന്നൊരു ഹോട്ടല് മുട്ടിച്ചു. ഒരാഴ്ച വേണ്ട, അല്ലെങ്കിൽ 4 ദിവസം വേണ്ട, നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഹോട്ടൽ വീണ്ടും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പല സ്ഥലങ്ങളിലും, ഞാൻ ഹോട്ടലുകളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ആട്ടിറച്ചിയാണെന്ന് പറഞ്ഞ് പട്ടിയിറച്ചി വിളമ്പിയിട്ടുള്ളൊരു ഹോട്ടലുണ്ട്. ആട്ടിറച്ചിയാണെന്ന് പറഞ്ഞ് പട്ടിയിറച്ചി വിളമ്പിയ ഹോട്ടൽ എത്രത്തോളം ഗുരുതരമായ കുറ്റമാണ്. ആ ഹോട്ടൽ സീൽ വെക്കുന്നു, 4 ദിവസം കഴിയുമ്പോൾ സീല് പൊട്ടിക്കുന്നു, ഹോട്ടൽ സാധാരണ പോലെ പ്രവർത്തിക്കുന്നു. അവിടെ ഇങ്ങനൊരു സംഭവം നടന്നതായി ആരും ഇതിനെക്കുറിച്ച് ബോധേടാവുന്നില്ല. എല്ലാവരും അറിയാത്ത ഭാവം നടിക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും അറിയാം അവിടെ ആട്ടിറച്ചിക്ക് പകരം പട്ടിയിറച്ചിയാണ് വിളമ്പിയിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും ഭക്ഷണം ഡെലിവറി ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അഭിമാനമായിട്ടുള്ള വന്ദേ ഭാരതിൽ ഉൾപ്പെടെ ഈ ഭക്ഷണം ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഒന്നും ആലോചിച്ച് നോക്കി, വന്ദേ ഭാരത് പോലുള്ള ഒരു പ്രീമിയം ട്രെയിനിൽ ഇത്തരം ഭക്ഷണം വിളമ്പിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാടിൻ്റെ പോക്കൊന്ന് ഇങ്ങോട്ടാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. അതും കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെ എങ്ങനെ വന്ദേ ഭാരത് ട്രെയിനിൽ ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും ഫുഡ് കൊടുത്തു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അധികാരികളും കൂടി കണ്ണടച്ചത് കൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ തലപൊക്കി നിൽക്കുന്നത്. വേണ്ട വിധത്തിൽ ഒരു വട്ടം വാണിംഗ് കൊടുക്കുക, രണ്ടാമത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആജീവനാന്തം അതിന് താഴ്ത്തു പൂട്ടുക. ആ ഒരു വ്യക്തിയുടെ പേരിൽ പിന്നെ അത്തരത്തിലൊരു ലൈസൻസ് കൊടുക്കാതിരിക്കുക. ഹോട്ടലിൻ്റെ പേര് മാറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ ആ ഒരു വ്യക്തിയുടെ പേരിൽ ഇന്നിപ്പോൾ ആധാർ കാർഡും പാൻ കാർഡും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ആ ഒരു വ്യക്തിയുടെ പേരിൽ വീണ്ടും ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യുക, ബാൻ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ജനങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ട് നിങ്ങൾ അധികാരികൾ കളിക്കരുത്. എന്തായാലും നമുക്ക് ഈ ഒരു വാർത്തയുടെ ബാക്കിയും കൂടി ഒന്ന് കേട്ടു പോകാം. അപ്പോഴേ ഇതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഫ്രീസറൊക്കെ ആകണ്ട ഇപ്പം തന്നെ നോക്കിക്കോ, എക്സ്പയറി കഴിഞ്ഞതായിരുന്നു മിക്കതും ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് നാളത്തേക്ക് കൂടിയുള്ള ഡേറ്റ് ഉള്ളതുകൊണ്ട് നമ്മളത് എടുത്തില്ല. ബാക്കിയല്ലാതെ എല്ലായിടത്തും മാറ്റുകയാണ് ചെയ്തത്. പുറത്തിരിക്കുന്ന മാംസത്തിന്റെ എക്സ്പയറി കഴിഞ്ഞു, അതൊക്കെ നോക്കുമ്പോൾ അഴുകിയ അവസ്ഥയില്ലേ? അതെ, ഒരു സ്മെല്ല് വരുന്ന അവസ്ഥയിലും ആ കഴുകിയ അവസ്ഥയിലായിരുന്നു. തീർത്തും വൃത്തിഹീനമായാണ് അടുക്കള പ്രവർത്തിച്ചിരുന്നതെന്ന്
തുടർന്ന് നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിയതിന് മുൻപ് പിഴയിട്ടിരുന്നതായും കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. അന്ന് ഇവിടെ പരാതിയിട്ടത് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നതായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സമീപവാസികളുടെ പരാതിയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന് അതിന് ഫൈൻ അടപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ലൈസൻസിന് അപേക്ഷ തരാത്തതുകൊണ്ട് ഇതിന്റെ ഓണർ ആരാണെന്ന് ഇതുവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വരുമ്പോൾ പല പല മാനേജരാണ്, ഒരേ പ്രാവശ്യം വരുമ്പോഴും പുതിയ മാനേജരാണ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത്, ലൈസൻസ് ഇല്ല, കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള പ്രീമിയം ട്രെയിനുകളിലേക്ക് ഇവിടെ നിന്ന് ഭക്ഷണം വിതരണം ചെയ്തിരുന്നുവെന്നാണ് വിവരം. കുറേ ആളുകൾ എന്നെ വിളിച്ച്, സ്ത്രീകളടക്കമുള്ളവരെ വിളിച്ചിട്ട് സ്മെല്ല് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആദ്യം പരാതി പറഞ്ഞു. അതിനുശേഷം അവരാ പറഞ്ഞത് ഈ ക്യാൻറ്റീൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന റൂം അവിടെയുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് സ്മെല്ല് വരുന്നതാണ്. അവർ ചെന്ന് കണ്ടു, ഞാനും ചെന്നപ്പോൾ ഒരു 19 കിലോ മേളിൽ ചിക്കൻ, അത് ഒരു 5-6 ദിവസത്തെ പഴക്കം, ചീഞ്ഞെന്ന് പറഞ്ഞാൽ ഇത്ര മോശമായ ചിക്കൻ. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് അവർ അടുത്ത് മാറ്റി എങ്ങോട്ട് കൊണ്ടുപോയി. ദിവസേന 6 ലോഡ് ഭക്ഷണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിരുന്നതായി സ്ഥാപനത്തിലെ ഡ്രൈവർ പറഞ്ഞു. ചെന്നൈ സ്വദേശിയാണ് ഉടമ, എന്നാൽ മലയാളിയാണ് സ്ഥാപനം നടത്തിയിരുന്നത്. சென்னை ஓனர் இங்கே இல்லை, அங்கே தான் இருக்காரு. என்னை இங்கே வண்டி ஓட்ட சொன்னார், நான் தங்கி ஓட்டிகிட்டு இருக்கேன். டிரைவர் வரையும் ஓட்டுங்க அப்படின்னாரு. இங்கே பிரமோத் சார்னு சொல்லிட்டு மேனேஜர். തുടർ നടപടിയുടെ ഭാഗമായി സ്ഥാപനം കോർപ്പറേഷൻ അധികൃതർ പൂട്ടി സീൽ ചെയ്തു. കഴിഞ്ഞ വർഷം നവംബറിൽ തിരുനെൽവേലി ചെന്നൈ വന്ദേ ഭാരത് ട്രെയിനിൽ മോശം ഭക്ഷണം വിതരണം ചെയ്തതിന് ബൃന്ദാവൻ ഫുഡ്സ് പ്രോഡക്റ്റിന് റെയിൽവേ 50,000 രൂപ പിഴ ചുമത്തിയിരുന്നു. എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്? കമന്റിൽ രേഖപ്പെടുത്തുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യൻ റെയിൽവേനെ ആശ്രയിക്കുന്നത്. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കൊടൂരമായ കുറ്റം തന്നെയാണ്. ശരിയല്ലേ? കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ ഭക്ഷണത്തിന് ആശ്രയിക്കുന്നുണ്ട്. ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ ഇത്തരം ഭക്ഷണമേ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അവിടെയൊക്കെ റെയിൽവേ ഗുണനിലവാരം നോക്കാതെ ഭക്ഷണം കൊടുക്കുമ്പോൾ ജീവന് വരെ ആപത്താണ്. ഈ വന്ദേ ഭാരത് ട്രെയിനിൽ എങ്ങനെ ഇത്ര വൃത്തിഹീനമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റി? ഇതൊക്കെ റെയിൽവേയുടെയും അതേപോലെ തന്നെ ഉന്നത അധികാരികളുടെയും പ്രശ്നം തന്നെയാണ്. അവരുടെയൊക്കെ എന്താ പറയാ, ഉത്തരവാദിത്തമില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് വന്ദേ ഭാരതിൽ ഒരു ടിക്കറ്റ് എടുത്ത്, അതും ഫുഡ് ഉൾപ്പെടെയാണ് നമ്മൾ ആ ഒരു ടിക്കറ്റ് കൊടുക്കുന്നത്, ടിക്കറ്റിന് പൈസ കൊടുക്കുന്നത്. അവിടെ കിട്ടുന്നത് ഇത്രയും മോശമായ ഭക്ഷണമാണോ? അതാണ് ചോദിക്കുന്നത്. ഇവിടെ ചോദിക്കാനും പറയുന്ന ആരും ഇല്ല. ഇതൊക്കെ ഒരു പ്രഹസനം മാത്രമാണ്. നിങ്ങൾ നോക്കിക്കോ, ഏറിപ്പോയ 1-2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കിച്ചൺ വീണ്ടും ഇതേപോലെ തന്നെ പ്രവർത്തിക്കും. അധികാരികളുടെ പോക്കറ്റ് വീർത്ത് കഴിയുമ്പോൾ ഇതൊക്കെ വീണ്ടും ഇതേപോലെ തന്നെ പ്രവർത്തിക്കും. ഇതിനൊക്കെ ആജീവനാന്തം സീല് വെക്കാനുള്ള ചങ്കൂറ്റൊന്നും നമ്മുടെ അധികാരികൾക്കില്ല. അതിപ്പോ എന്താണെങ്കിലും അതെ, ഈ ഒരു ഹോട്ടൽ മാത്രമല്ല, ഹോട്ടൽ ഫീൽഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പല ഹോട്ടലുകളും ഇതേപോലെ തന്നെ അധികാരികൾ പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അത് തുറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഇവർക്ക് വീണ്ടും തുറക്കാനുള്ള അനുമതി കൊടുക്കുന്നു? ഇത്രയും വലിയ ഒരു കുറ്റം ചെയ്തിട്ട് എന്തിന് തുറക്കാനുള്ള അധികാരം തിരിച്ചു കൊടുക്കുന്നു? അതാണ് എൻ്റെ ചോദ്യം. നമ്മൾ ആ ഒരു പട്ടാഭിരാമൻ എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമയുടെ ഒരു പോർഷൻ കണ്ടപ്പോൾ തന്നെ നമ്മൾ കിടുങ്ങിയതാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ആ സിനിമയിൽ ഒരുപാട് കാണിച്ച് തരുന്നുണ്ട്. അതിലൊരു സീനാണ് RCCയിൽ പോയിട്ട് ജയറാം ആ കുട്ടികളെ കാണുന്ന സീൻ, അല്ലെങ്കിൽ ആ ഒരു മേയറെ കാണിക്കുന്ന സീൻ. ഒരുപാട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫുഡ് പ്രോഡക്റ്റുകൾ, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ വിളമ്പുന്നത് മൂലം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പകരുന്നുണ്ട്. ഒന്ന് പരിശോധനയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത, അളവിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഫുഡ് പ്രോഡക്ട്സുകൾ വരെ പല സ്ഥലത്തും അമിതമായി ഉപയോഗിക്കുന്നുണ്ട്. അത് ഹോട്ടലിൽ മാത്രമല്ല, ബേക്കറികൾ, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് അറിഞ്ഞ് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കതും താഴിട്ട് പൂട്ടേണ്ട അവസ്ഥ തന്നെയാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന വട, സമൂസ, അങ്ങനെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാക്കി വരുന്നതെന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതേപോലെ തന്നെ ബൾക്കായി ഈ തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ കിച്ചണിൽ കയറിപ്പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കത്തില്ല. പൂച്ച പെറ്റ് കിടക്കുന്നിടത്തായിരിക്കും സമൂസ ഉണ്ടാക്കി എറിയുന്നത്. അവിടെ നിന്നാണ് വാരിക്കോരി പല പെട്ടിയിലാക്കി
റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സാധനങ്ങൾ എത്തിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്നവരുണ്ടാവും, നല്ല വൃത്തിയോടെ നിർമ്മിക്കുന്നവരുണ്ടാവും, അവരങ്ങോട്ട് മാറ്റി നിർത്തിയേക്ക്. ഞാൻ പറയുന്നത് വളരെ വൃത്തിഹീനമായിട്ടുണ്ടാക്കുന്ന ആളുകൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. കേരളം മാത്രമല്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇത് തന്നെ അവസ്ഥ. പക്ഷെ നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ നമ്മുടെ അധികാരികൾ നോക്കണം, അതിനൊരു തടയിടണം. ഇട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാഴ്ചകൾ ഇനിയും കാണേണ്ടി വരും. ഇത്രയും കാശ് കൊടുത്ത് വന്ദേ ഭാരതിൽ കയറി ഭക്ഷണം കഴിച്ച് ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ വന്ദേ ഭാരത് ട്രെയിനിൽ ഈ കോർപ്പറേഷൻ ലൈസൻസ് പോലും ഇല്ലാതെ പ്രവർത്തിച്ച ഈ സ്ഥാപനത്തിൽ നിന്നും എങ്ങനെ ഫുഡ് സപ്ലൈ ചെയ്തു? ആര് ഇവർക്ക് അനുമതി കൊടുത്തു? ഇപ്പോൾ ടെൻഡർ എടുക്കുവാണെങ്കിൽ തന്നെയും ഇവർക്ക് ഇതിൻ്റെതായ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ചുമതലയുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെ എങ്ങനെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും റെയിൽവേ ഫുഡ് സപ്ലൈ ചെയ്തു? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.